കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പ്. സമൂഹ മാധ്യമങ്ങളടക്കം വിഷയം ചർച്ചയായതോടെ TV ഇബ്രാഹിം MLA വിമാനത്താവളത്തിലെത്തി തട്ടിപ്പ് കയ്യോടെ പിടികൂടി. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിന്റെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. We got so many complaints from the passengers. But Slim may know. No. As per the complaint, I visited there for examine that whether it is correct or not. The complaint is very clear. യാത്രക്കാരെ ചൂഷണം ചെയ്യുക, സമയം ഡിഫറൻസ് ആക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ 272 രൂപ ഞങ്ങൾ ടാക്സിക്കാരുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. We raising the matter that your time is very different. You purposefully and tremendously you changed the time. वो clock देखा ना भाई, clock का issue है sir, clock का issue. No, we have video. We have video. We got so many complaints from the passengers. But Slim may know. No. As per the complaint, I visited. തനിക്ക് ലഭിച്ച രസീതിൽ പ്രവേശന സമയം കൃത്യമായി രേഖപ്പെടുത്തിയെന്നും എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ 3 മിനിറ്റ് കൂടുതലായി രേഖപ്പെടുത്തിയതായും MLA പ്രതികരിച്ചു. എന്നിട്ട് അതിന്റെ പേരിൽ 272 രൂപ ഞങ്ങൾ 8 മിനിറ്റായ സമയത്ത് എന്നോട് പറയാണ് 13 മിനിറ്റായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ പുറത്തേക്കാണ് ഒരു ഡിജിറ്റൽ ക്ലോക്ക് സ്ഥാപിച്ചുകൊണ്ട് ആ ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ യഥാർത്ഥ സമയമായി 3.5 മിനിറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. ആ ഡിജിറ്റൽ ക്ലോക്കിൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ എല്ലാ യാത്രക്കാരും കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള യാത്രക്കാരും യാത്ര അയക്കപ്പെടുന്ന ആളുകൾക്കും ഇതുപോലെ ദുരനുഭവങ്ങൾ ഒട്ടേറെയുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും പാർക്കിംഗ് തർക്കമുണ്ടായി. ഉംറാർ തീർത്ഥാടകനായ വള്ളുവമ്പ്രം സ്വദേശി റാഫിദനാണ് മർദ്ദനമേറ്റത്. ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നാണ് പരാതി. പാർക്കിംഗ് കൂടുതൽ ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, MLA തന്നെ TV ഇബ്രാഹിം MLA തന്നെ നേരിട്ടെത്തി ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നു. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ യാത്രക്കാരും MLAയും അടക്കം വിവരിക്കുന്നുണ്ട്. അതിനിടെ ഈ വിവാദം ഉയർന്നിട്ടും കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും പാർക്കിംഗ് തർക്കം ഉണ്ടായിരിക്കുന്ന ഒരു യാത്രക്കാരന് ജീവനക്കാരൻ്റെ ഈ ടോൾ ജീവനക്കാരൻ്റെ മർദ്ദനമേറ്റുവെന്ന് പറയുന്നു. ഇത് എത്ര നാളായി ഇതുപോലുള്ള പകൽക്കൊള്ള നടക്കുന്നുണ്ട് അനുമോദ്? കഴിഞ്ഞ ദിവസമാണ് ഈ ഉംറ തീർത്ഥാടകനായ വള്ളുമ്പ്ര സ്വദേശിക്ക് മർദ്ദനമേറ്റത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർക്കിംഗ് ഫീസ് പുനഃക്രമീകരിച്ചതിന് ശേഷം 15 മിനിറ്റാണ് സൗജന്യമായിട്ട് അവിടെ ഒരു യാത്രക്കാരനെ ഇറക്കി പോകുവാനും അതുപോലെ അദ്ദേഹത്തെ പിക്ക് ചെയ്യാനുള്ള സമയമുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പരാതി ഇത്തരത്തിൽ സമയത്തിൽ ഈ പാർക്കിംഗ് ഏജൻസി കൃത്രിമം കാണിക്കുന്നുവെന്ന വലിയൊരു പരാതി വരുന്നതിനെ തുടർന്ന് MLA TV ഇബ്രാഹിം, കൊണ്ടോട്ടി MLA, ആ പ്രദേശത്തെ MLA ആണ്. അദ്ദേഹം അവിടെ ചെല്ലുകയും ഇത് നേരിട്ട് പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹം കണ്ടെത്തിയതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 3 മിനിറ്റ് അധികമായിട്ട് ഇവർ ഒരു കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പോയി വന്നാലും അത് 13 മിനിറ്റായിട്ട് അവർ കാണിക്കും. അതായത് എപ്പോഴും സാധാരണ നമ്മൾ കണക്ക് കൂട്ടി 15 മിനിറ്റിന് മുൻപേ പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ അവരുടെ കണക്കിലത് 15 മിനിറ്റിന് മുകളിലാവും, 17 മിനിറ്റോ 18 മിനിറ്റോ ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ പാർക്കിങ്ങിൽ ഇവർ പണം കൂടുതൽ വാങ്ങുന്നുള്ളതാണ്. ഈ വള്ളുമ്പ്ര സ്വദേശിയുടെ വിഷയത്തിലും അതുതന്നെയാണ് ഉണ്ടായത്. 30 അരമണിക്കൂർ ആണ് അദ്ദേഹം പാർക്കിങ്ങിൻ്റെ സമയം പറഞ്ഞിരുന്നത്. പക്ഷേ 1 മണിക്കൂർ സമയത്ത് അധികമായി പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നതും തുടർന്ന് ഈ പാർക്കിംഗ് സെൻറ്ററിലുണ്ടായിരുന്ന പണം പിരിക്കുന്ന ഇടത്തുണ്ടായിരുന്ന ആളുകൾ ഇയാളെ മർദ്ദിച്ചുവെന്നുമാണ് പരാതിയുള്ളത്. ഇയാൾ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇയാളുടെ ശരീരത്തിൽ മർദ്ദനത്തിൽ മുറിവേറ്റതിൻ്റെ ചതവേറ്റതിൻ്റെ പാടുകളുണ്ട്. ഇയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടും എന്നാണ് കരിപ്പൂർ CI അറിയിച്ചിട്ടുള്ളത്. നാടുകളിലെ ആശുപത്രി രേഖകളുടെയും ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ളത്. അവർ പോലും ഈ ഒരു പാർക്കിംഗ് കോൺട്രാക്റ്റ് എടുത്ത സംഘത്തെ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കൃത്യമായ സമയക്രമങ്ങൾ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഈ പാർക്കിംഗ് ഫീ വാങ്ങുന്നത് എന്ന ഒരു ന്യായമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MLA തന്നെ നമ്മളോട് തന്നെ അല്പസമയം മുൻപ് വ്യക്തമാക്കിയതാണ്. കൃത്യമായി ജനങ്ങളെ
ചൂഷണം ചെയ്യുന്ന ഊറ്റിയെടുക്കുന്ന പരിപാടിയാണ് ഈ പാർക്കിംഗ് കേന്ദ്രത്തിൽ കരിപ്പൂരിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മലബാറിലെ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന സാധാരണക്കാരായ ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂരിലെ. അത് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും കണ്ണൂർ വിമാനത്താവളം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും വിദേശത്തേക്കുള്ള വിമാനങ്ങൾ അധികവും കരിപ്പൂരിൽ നിന്നുകൊണ്ട് ഈ കരിപ്പൂരിനെ ആശ്രയിച്ചുകൊണ്ടാണ് വയനാട് നിന്നുള്ളവരൊക്കെ ഈ ഒരു വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രക്കാരൊക്കെ, അവരെ കൂട്ടാൻ വരുന്നവരൊക്കെ ഈ ഒരു ചൂഷണത്തിൻ്റെ ഇരയാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പാർക്കിംഗ് ഫീസിനെ ചൊല്ലി നിരവധി തവണ MLA ആവട്ടെ, MP ആവട്ടെ, മറ്റ് പ്രാദേശികമായിട്ടുള്ള നേതാക്കളന്മാരാകട്ടെ ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ട്, ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു പാർക്കിംഗ് കേന്ദ്രത്തിലെ തട്ടിപ്പ്, ചൂഷണം നിർബാധം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ, താൻ ഉന്നയിച്ച വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇതാരാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് അനുമോദ്? കാരണം എല്ലാ വിമാനത്താവളങ്ങളിലും പാർക്കിംഗ് ഫീസ് ഈടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു പാർക്കിംഗ് ഫീസ് അല്ല, അതിനപ്പുറം കൊള്ള നടക്കുന്നു, സമയക്രമത്തിൽ അടക്കം തട്ടിപ്പ് നടക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇത് MLAയും അവിടുത്തെ ജനപ്രതിനിധികളടക്കം സ്ഥിരീകരിച്ച കാര്യവുമാണ്. ഇത്തരം പരാതികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എയർപോർട്ട് അധികൃതർ നടപടികൾ സ്വീകരിക്കാത്തത്? ഈ എയർപോർട്ട് അവിടുത്തെ ഓരോ സേവനവും ഔട്ട്സോഴ്സിങ് ചെയ്തിരിക്കുകയാണ്, പുറത്ത് ഉള്ള കരാറിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. അവർക്കൊരു നിശ്ചിത കാലയളവ് വരെ ഈ ഒരു കരാർ അവർ നൽകും. അതിനുള്ള ഒരു തുകയും എയർപോർട്ട് അതോറിറ്റി അവരിൽ നിന്ന് നേരിട്ട് മുൻകൂട്ടി വാങ്ങിയിരിക്കും. സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഉദ്ദേശമാണ് എയർപോർട്ട് അതോറിറ്റിക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഒരുപക്ഷെ എയർപോർട്ട് അതോറിറ്റിക്ക് അവിടെ വരുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കളെയും യാത്രക്കാരെയൊക്കെ സംരക്ഷിക്കേണ്ടത് കരാറെടുത്ത ഈ കമ്പനിയായിരിക്കും എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഒരുപക്ഷെ അതിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടായിരിക്കും, മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടായിരിക്കും. എന്താണെങ്കിലും ഇത് തികച്ചും ഒരു ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിനും തുല്യമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ സമയക്രമത്തിലൊക്കെ, സമയത്തിൽ വരെ കൃത്രിമം കാണിച്ച് ഇത്തരത്തിലൊരു വലിയ കൊള്ള നടത്തുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോൾ മറ്റാരെ ഇടപെട്ടാലും ഒരുപക്ഷെ ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ MLA ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ട് MLA വിഷയം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും എയർപോർട്ട് അതോറിറ്റി ഈ പണം പിരിക്കുന്ന, പാർക്കിംഗ് ഫീസ് പിരിക്കുന്ന സംഘത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുക. അദ്ദേഹം നമ്മളോട് വരെ അത്ഭുതത്തോടെ സംസാരിച്ചൊരു കാര്യമാണ് ആ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടേണ്ടത് എയർപോർട്ട് അതോറിറ്റിയാണ്, ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. എയർപോർട്ട് അതോറിറ്റിയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കാനുള്ള ചുമതല ഒരുപക്ഷെ ഇനി ഈ രാഷ്ട്രീയ നേതാക്കൾക്കും നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്കും സാധാരണ വ്യക്തികളും ഒക്കെ ഉണ്ട്. കാരണം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ സാഹചര്യം കൊണ്ടുചെന്നെത്തിയേക്കാം എന്ന തരത്തിലാണ് കരിപ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൽ മലബാറിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും ആളുകൾ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂർ എന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവരെയും, ഇവിടെ എത്തുന്ന ആളുകളെയൊക്കെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഈ പാർക്കിംഗ് ഫീസ് വിഷയത്തിൽ അവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടെ അരങ്ങേറുമെന്നാണ് കണക്കാക്കേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിലാണ് പാർക്കിങ്ങിൻ്റെ പേരിൽ വലിയ കൊള്ള നടക്കുന്നത്. ജനപ്രതിനിധികളടക്കം ഈ വിഷയത്തിൽ എയർപോർട്ട് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുമുണ്ട്.